ചാലക്കുടിയിൽ നടന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം സമാപിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക ഘോഷയാത്ര പ്രൗഢഗംഭീരമായി. കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഭാഗമായി രാജ്യത്തെ എല്ലാ മേഖലകളിലും നിരവധി പ്രതിസന്ധികളാണ് നേരിടുന്നതെന്ന് കെ രാമചന്ദ്രൻ MLA. ഗുരുവായൂരിൽ ആനകളെ പാപ്പാന്മാർ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ക്ഷോഭിച്ച് ഹൈക്കോടതി. ആനക്കോട്ടയിൽ അടിയന്തര പരിശോധന നടത്താൻ ഫ്ലൈയിംഗ് സ്ക്വാഡ് DFOയ്ക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സ്ത്രീധന പീഡനത്തെ തുടർന്ന് കല്ലുംപുറം കടവല്ലൂരിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർതൃപിതാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കടവല്ലൂർ കല്ലുംപുറം സ്വദേശി അബൂബക്കറാണ് അറസ്റ്റിലായത്. ദേശീയപാത കൊടകര ഉളുമ്പത്തുകുന്നിന് സമീപം KSRTC ബസ് ലോറിക്ക് പുറകിലിടിച്ച് 13 പേർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. തളിക്കുളം തമ്പാൻ കടവിൽ കടലിൽ കുളിക്കുന്നതിനിടയിൽ തിരയിൽപ്പെട്ട് 2 വിദ്യാർത്ഥികളിൽ ഒരാളെ കാണാതായി. ഒരാളെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. വാർത്തകൾ വിശദമായി. കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഭാഗമായി രാജ്യത്തെ എല്ലാ മേഖലകളിലും നിരവധി പ്രതിസന്ധികളാണ് നേരിടുന്നതെന്ന് കെ രാമചന്ദ്രൻ MLA. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിലെ TV വിനോദ് കുമാർ നഗറിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേറ്റ് വൽക്കരണത്തെ ചെറുത്തുനിൽക്കാനുള്ള COAയുടെ സംഘടനാ ശക്തി വളരെ വലുതാണെന്നും MLA പറഞ്ഞു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. റിപ്പോർട്ടർ ചാനൽ കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പ്രാദേശിക വൈവിധ്യങ്ങളുടെ സമന്വയമാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സിനെ കോർപ്പറേറ്റ് മേഖലയോട് ചെറുത്തുനിൽക്കാൻ ശക്തി പകരുന്നത് എന്ന് ഡോക്ടർ അരുൺകുമാർ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ചാലക്കുടി നഗരസഭാ കൌൺസിലർ നിത പോൾ, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ, KCCL ചെയർമാൻ ഗോവിന്ദൻ, COA സംസ്ഥാന സെക്രട്ടറി PB സുരേഷ് കുമാർ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ സെക്രട്ടറി P ആന്റണി, COA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും TCV ചാനൽ ഡയറക്ടറുമായ CA ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ജോർജ്, തൃശൂർ കേരള വിഷൻ ചെയർമാൻ PM നാസർ, തൃശൂർ കേരള വിഷൻ MD ജയപ്രകാശ്, KCCL ഡയറക്ടർ PV ബിജു, വിവിധ മേഖലകളിലുള്ള കേബിൾ ഓപ്പറേറ്റർമാർ തുടങ്ങിയവരും പങ്കെടുത്തു. നമ്മുടെ പ്രിയ MLA ഇവിടെ ഇന്ന് എത്തി നിൽക്കുന്ന നമ്മുടെ ഓപ്പറേറ്റർമാർ ശ്രീ രാജൻ, ശ്രീ പ്രവീൺ മോഹൻ, ശ്രീ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ചാലക്കുടി ആനമല ജംഗ്ഷനിൽ നിന്ന് സമ്മേളനവേദിയായ ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിലെ TV വിനോദ് കുമാർ നഗറിലേക്ക് നടന്ന സാംസ്കാരിക ഘോഷയാത്ര പ്രൗഢഗംഭീരമായി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വർണ്ണ ബലൂണുകളും പതാകകളുമായി COA, കേരള വിഷൻ, KCCL ഭാരവാഹികളും കേബിൾ ഓപ്പറേറ്റർമാരും ഘോഷയാത്രയിൽ അണിനിരന്നു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി P ആന്റണി, സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ, തൃശൂർ കേരള വിഷൻ ചെയർമാൻ PM നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകളെ പാപ്പാന്മാർ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ക്ഷോഭിച്ച് ഹൈക്കോടതി. ആനക്കോട്ടയിൽ അടിയന്തര പരിശോധന നടത്താൻ ഫ്ലൈയിംഗ് സ്ക്വാഡ് DFOയ്ക്ക് കോടതി നിർദ്ദേശം നൽകി. ഗുരുവായൂർ ആനക്കോട്ടയിലെ ദുരിതം സംബന്ധിച്ച് ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ ഇടപെടൽ. സംഭവത്തിൽ ആർക്കെല്ലാമെതിരെ നടപടി സ്വീകരിച്ചുവെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ജസ്റ്റിസ് അനിൽ K സുരേന്ദ്രൻ ക്ഷോഭത്തോടെ ദേവസ്വത്തിനോട് ചോദിച്ചു. ആനക്കോട്ടയുടെ ചുമതല ആർക്കാണെന്നും ആനക്കോട്ടയിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അറിയുന്നുണ്ടോ എന്നും കോടതി ആരാഞ്ഞു. ജനുവരി 15, 24 തീയതികളിലാണ് സംഭവം നടന്നത് എന്ന് ദേവസ്വം കോടതിയെ അറിയിച്ചു. പാപ്പാന്മാർക്കെതിരെ വനംവകുപ്പ് 2 കേസുകളും പോലീസ് 1 കേസും രജിസ്റ്റർ ചെയ്തതായി അഭിഭാഷകർ അറിയിച്ചു. ആനക്കോട്ടയിലെ CCTV ദൃശ്യങ്ങളിൽ അധികൃതർ നടപടി നേരിടേണ്ടി വരുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് സംഭവം ദേവസ്വം പോലും അറിഞ്ഞത് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. ആനകളെ നിയന്ത്രിക്കാൻ ലോഹത്തോട്ടി ഉപയോഗിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഗുരുവായൂർ ആനക്കോട്ടയിലെ കൃഷ്ണ, കേശവൻകുട്ടി എന്നീ ആനകളെ പാപ്പാന്മാർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പാപ്പാന്മാരെ ദേവസ്വം അധികൃതർ സസ്പെൻഡ് ചെയ്തിരുന്നു. സ്ത്രീധന പീഡനത്തെ തുടർന്ന് കല്ലുംപുറം കടവല്ലൂരിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിന്റെ പിതാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിലെ 2ാം പ്രതിയായ കടവല്ലൂർ കല്ലുംപുറം സ്വദേശി പുത്തൻപീടികയിൽ വീട്ടിൽ അബൂബക്കറിനെയാണ് കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ
പി അബ്ദുൽ ബഷീറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കല്ലുംപുറം സ്വദേശി പുത്തൻപീടികയിൽ വീട്ടിൽ സൈനുൽ ആബിദിന്റെ ഭാര്യ 25 വയസ്സുള്ള സബീനയെയാണ് കഴിഞ്ഞ ഒക്ടോബർ 25-ന് വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്വേഷണത്തിൽ പെൺകുട്ടി ഭർതൃവീട്ടിൽ മാനസികമായും ശാരീരികമായും പീഡനത്തിന് ഇരയായതായി പോലീസ് കണ്ടെത്തി. പ്രതി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നുവെങ്കിലും ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ഒളിവിൽ കഴിഞ്ഞുവരുന്നതിനിടെയാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടകര ദേശീയപാതയിലെ കൊടകര ഉളുമ്പത്തുകുന്നിന് സമീപം KSRTC സൂപ്പർ എക്സ്പ്രസ് ബസ് ലോറിക്ക് പുറകിലിടിച്ച് 13 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. ബസ് യാത്രക്കാരൻ തമിഴ്നാട് സ്വദേശി പെരുമാളിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇയാളെ ബന്ധുക്കൾ തമിഴ്നാട് ആശുപത്രിയിലേക്ക് മാറ്റി. ബസ് കണ്ടക്ടർ ചങ്ങനാശ്ശേരി പുന്നശ്ശേരി പ്രതാപചന്ദ്രൻ സാരമായ പരിക്കുകളോടെ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബസ് ഡ്രൈവർ കോട്ടയം സ്വദേശി മനോജ്, യാത്രക്കാരായ മലയാറ്റൂർ സ്വദേശി വർക്കി, ആലുവ സ്വദേശി ജോജി, വയനാട് സ്വദേശികളായ ലക്ഷ്മി, സജീഷ്, മറിയാമ്മ, ജോൺ തോമസ്, തമിഴ്നാട് സ്വദേശികളായ മാരിമുത്തു, രത്നം, മുരുകാനന്ദൻ എന്നിവർക്കും അപകടത്തിൽ പരിക്കേറ്റു. വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. വേളാങ്കണ്ണിയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് പോയിരുന്ന KSRTC ബസ് മുന്നിൽ പോയിരുന്ന ചരക്ക് ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് ലോറിക്ക് പുറകിൽ ഇടിക്കുകയായിരുന്നു. ഇതേസമയം പുറകിൽ വന്നിരുന്ന ചരക്ക് ലോറി ബസ്സിന് പുറകിലും ഇടിച്ചു. ബസിന്റെ മുൻവശവും പുറകുവശവും തകർന്നിട്ടുണ്ട്. ബസ്സിൽ യാത്രക്കാർ കുറവായിരുന്നു. അരികയറ്റി പോയിരുന്ന ചരക്ക് ലോറിയുടെ പുറകിലാണ് ബസ് ഇടിച്ചത്. ബസ്സിന് പുറകിൽ ഇടിച്ച ലോറി കോയമ്പത്തൂരിൽ നിന്ന് ഭക്ഷ്യസാധനങ്ങളുമായി എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ലോറിയുടെ ഡ്രൈവർ പ്രസാദ് നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ലോറിയുടെ മുൻവശം ഭാഗികമായി തകർന്നു. കൊടകര പോലീസ് കേസെടുത്തു. തളിക്കുളം തമ്പാൻ കടവിൽ കടലിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട 2 വിദ്യാർത്ഥികളിൽ ഒരാളെ കാണാതായി. ഒരാളെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. കാണാതായ വിദ്യാർത്ഥിക്കായി തിരച്ചിൽ ഊർജിതമാക്കി. ഇന്നു രാവിലെ 8:30-യോടെ തളിക്കുളം തമ്പാൻ കടവ് അറപ്പത്തോടിന് സമീപമാണ് സംഭവം. കൈതക്കൽ ആര്യമ്പാടം ദാറുൽ മുസ്തഫ ഓർഫനേജിലെ 20 കുട്ടികൾ തമ്പാൻ കടവിന് സമീപം കടൽ കാണാൻ എത്തിയിരുന്നു. ഇതിൽ മുഹമ്മദ് സവാദ്, അസ്ലം എന്നിവരാണ് കടലിൽ കുളിക്കാൻ ഇറങ്ങിയത്. കുളിക്കുന്നതിനിടെ കുട്ടികൾ ശക്തമായ തിരയിൽപ്പെട്ടത് കണ്ട മത്സ്യത്തൊഴിലാളികൾ നടത്തിയ ശ്രമത്തിൽ മുഹമ്മദ് സവാദിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഒപ്പമുണ്ടായിരുന്ന എടമുട്ടം സ്വദേശി 16 വയസ്സുള്ള അസ്ലമിനെ കണ്ടെത്താൻ നാട്ടിക ഫയർഫോഴ്സിനൊപ്പം തീരദേശ പോലീസും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് തിരച്ചിൽ തുടരുകയാണ്. രക്ഷപ്പെടുത്തിയ മുഹമ്മദ് സവാദിനെ വലപ്പാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭരണകൂടത്തെയും ജനങ്ങളെയും ടോൾ കമ്പനി പരസ്യമായി കബളിപ്പിക്കുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തണമെന്നാവശ്യപ്പെട്ട് ടോൾ വിരുദ്ധ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ നടത്തുന്ന സമര ശൃംഖല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടോൾ കൊള്ളയ്ക്കെതിരെ എതിർപ്പുകൾ ഉയരുമ്പോൾ അതൊന്നും ടോൾ കമ്പനി ഗൗനിക്കുന്നേയില്ലെന്നും VM സുധീരൻ കുറ്റപ്പെടുത്തി. PJ മോൻസി അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. KC കാർത്തികേയൻ, ജയൻ കോനിക്കര, വിൽസൺ പണ്ടാരവളപ്പിൽ, മനോജ് ചിറ്റിലപ്പള്ളി, മോഹൻദാസ് ചാലക്കുടി, മുരുകൻ വെട്ടിയാട്ടിൽ, MV ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 12 വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ കൂട്ടായ്മയാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. ഈ മാസം 16 വരെയാണ് സമരപരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കൊണ്ടാഴി പഞ്ചായത്ത് ബജറ്റ് അവതരണത്തിൽ UDF ഭരണസമിതിയിലെ 5 അംഗങ്ങൾ പങ്കെടുത്തില്ല. UDF ഭരിക്കുന്ന കൊണ്ടാഴി പഞ്ചായത്തിൽ 8 അംഗങ്ങളാണ് കോൺഗ്രസിന് ഉള്ളത്. അതിൽ 3 പേർ മാത്രമാണ് ബജറ്റ് അവതരണത്തിൽ പങ്കെടുത്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ, വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി, മെമ്പർ P രാജേഷ് എന്നിവരാണ് ഭരണപക്ഷത്തു നിന്നും പങ്കെടുത്തത്. UDFന് 8 അംഗങ്ങളും LDFന് 5ഉം BJPക്ക് 2 അംഗങ്ങളാണ് ഉള്ളത്. ബജറ്റ് അവതരണത്തിൽ LDF അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. പൂച്ചിന്നിപ്പാടം ജംഗ്ഷനിലെ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ വൻ തീപിടുത്തം. പറമ്പിലുണ്ടായിരുന്ന വാഴകളും പച്ചക്കറികളും കത്തി നശിച്ചു. സമീപത്തെ വീടുകളിലേക്കും കടകളിലേക്കും തീ പടരുന്നത് തടയാൻ കഴിഞ്ഞതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. പറമ്പിലെ ഉണങ്ങിയ പുല്ലിനാണ് ആദ്യം തീ പിടിച്ചത്. പറമ്പിൽ കൃഷി ചെയ്തിരുന്ന നിരവധി നേന്ത്രവാഴകളും പച്ചക്കറികളും കത്തി നശിച്ചു. ഇരിഞ്ഞാലക്കുടയിൽ നിന്നും തൃശൂരിൽ നിന്നും 2 യൂണിറ്റ് അഗ്നിശമന സേന എത്തിയാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. കയ്പമംഗലം പഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ശിവാലയ കമ്പനിക്ക് രൂക്ഷ വിമർശനം. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കയ്പമംഗലം പഞ്ചായത്തിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയിരുന്നു. ജനങ്ങൾ നേരിടുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനായി കയ്പമംഗലം പഞ്ചായത്ത് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ജനപ്രതിനിധികൾ ശക്തമായ പ്രതിഷേധം അറിയിച്ചത്.
പ്രസിഡന്റ് ശോഭന രവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനപ്രതിനിധികൾ തങ്ങളുടെ വാർഡിലെ കുടിവെള്ളക്ഷാമത്തെക്കുറിച്ച് പ്രതികരിച്ചു. ജനപ്രതിനിധികളുടെ രൂക്ഷമായ വിമർശനങ്ങളെ തുടർന്ന് ഈ മാസം അവസാനത്തോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്ന നിലയിൽ ശിവാലയ അധികൃതർ വാക്ക് നൽകിയതിനെ തുടർന്നാണ് യോഗം അവസാനിപ്പിച്ചത്. കയ്പമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഇസ്ഹാഖ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ തുടങ്ങി മറ്റ് ജനപ്രതിനിധികളും സംബന്ധിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റിനെതിരെ UDF ജനപ്രതിനിധികൾ പ്രതിഷേധിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള 4 പഞ്ചായത്തുകളിലെ റോഡുകളും മറ്റും തകർന്നു കിടക്കുമ്പോൾ അതിനൊന്നും ഫണ്ട് വകവയ്ക്കാതെ കേവലം 2 റോഡുകൾക്ക് മാത്രമാണ് ചെറിയ തുക വകയിരുത്തിയിട്ടുള്ളത്. എന്നാൽ തിരുനെല്ലൂർ ഗ്രൗണ്ടിൽ ഡെസ്റ്റിനേഷൻ ചലഞ്ച് എന്ന പേരിൽ 1,30,00,000 പരം രൂപ വകയിരുത്തുന്നത് ബ്ലോക്കിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്ന് പ്രതിപക്ഷാംഗങ്ങളായ OJ ഷാജൻ, ഗ്രേസി ജേക്കബ്, ഷെരീഫ് ചിറക്കൽ, മിനി ലിയോ എന്നിവർ കുറ്റപ്പെടുത്തി. ബഡ്ജറ്റിൽ ഭേദഗതികൾ വേണമെന്ന് ഇവർ ആവശ്യപ്പെടുകയും ചെയ്തു. 2 റോഡുകൾക്കാണ് ഫണ്ട് വകവെച്ചിട്ടുള്ളത്. അത് പാവർട്ടിയിലെ കുമാരനാശാൻ റോഡിനും വെങ്കട പഞ്ചായത്തിലെ കാര്യാട്ട് റോഡിനുമാണ് ഫണ്ട് വകവെച്ചതായി കാണുന്നത്. പക്ഷേ ഇവിടെ ഈ ഘടക സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിലുള്ള വിവിധ ഓഫീസുകളുടെ നവീകരണത്തിന് 60 ലക്ഷത്തോളം രൂപ ചെലവഴിക്കുന്ന ഒരു സാഹചര്യം നിർദ്ദേശം അതിലുണ്ട്. അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ ചാലഞ്ച് എന്ന പേരിൽ തിരുനെല്ലൂർ പൂവത്തൂർ റോഡിൻ്റെ കുമ്പള്ളി കനാലിന് പരിസരത്തുള്ള ഗ്രൗണ്ടിലെ വലിയൊരു തുക, ഏതാണ്ട് 1,40 ലക്ഷത്തോളം രൂപ വരുന്ന തരത്തിലുള്ള ഫണ്ട് ചെലവഴിക്കുന്നതിനുള്ള നിർദ്ദേശവും അതിൽ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള വിവിധ റോഡുകളായാലും അവിടുത്തെ നിലവിലെ ഭൗതിക സാഹചര്യങ്ങൾ പലതും തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ അതിനൊന്നും ഫണ്ട് വയ്ക്കാതെ അതിലേക്ക് പോകാതെ ഈ ഡെസ്റ്റിനേഷൻ ചാലഞ്ചിന് 1.5 കോടിയോളം രൂപ ചെലവ് വകവയ്ക്കുന്നത് കൃത്യമായും മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായ നടപടിയായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. സമ്പൂർണ്ണ ഭവന നിർമ്മാണത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും മുൻഗണന നൽകി എടത്തുരുത്തി പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 28,76,59,996 രൂപ വരവും 28,11,49,025 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അവതരിപ്പിച്ചത്. ലൈഫ് ഭവന പദ്ധതിക്ക് 3,35,44,200 രൂപയും ശുചിത്വം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് 1,48,05,750 രൂപയും കാർഷിക മേഖലയ്ക്ക് 38,89,875 രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർ എന്നിവർ സംസാരിച്ചു. ഒരുമനയൂർ പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് KV കബീർ അവതരിപ്പിച്ചു. കുടിവെള്ളക്ഷാമം പരിഹരിക്കൽ, സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി, മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കൽ, കാർഷിക പുരോഗതി, സാമൂഹിക സുരക്ഷിതത്വം എന്നിവയ്ക്കാണ് ഊന്നൽ നൽകിയിട്ടുള്ളത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KH കയ്യുമു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രവീന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിലോമിന എന്നിവർ പങ്കെടുത്തു. മാള ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റിൽ മാള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനത്തിനായി 10 ലക്ഷം രൂപയും ആരോഗ്യമേഖലയുടെ വികസനത്തിനായി 80.97 ലക്ഷം രൂപയും വകയിരുത്തി. കാർഷിക മേഖലയ്ക്ക് 94 ലക്ഷം രൂപയും മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി 32.8 ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട്. പാർപ്പിട പദ്ധതിക്ക് 76 ലക്ഷം രൂപയും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി 15 ലക്ഷം രൂപയും വിദ്യാഭ്യാസ അനുബന്ധ പദ്ധതികൾക്ക് 53 ലക്ഷം രൂപയും നീക്കിവച്ചതാണ് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ അവതരിപ്പിച്ച ബജറ്റ്. യോഗത്തിൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷിജി ജേക്കബ് അധ്യക്ഷയായി. ഇരിഞ്ഞാലക്കുട നഗരസഭയുടെ വാർഷിക ബജറ്റ് മുനിസിപ്പൽ കൗൺസിൽ യോഗം അംഗീകരിച്ചു. ചർച്ചകൾക്ക് ശേഷം അംഗങ്ങൾ നിർദ്ദേശിച്ച ഭേദഗതികളോടെയാണ് ബജറ്റ് നിർദ്ദേശങ്ങൾ അംഗീകരിച്ചത്. തനതായ ഒരു പദ്ധതി പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയാത്ത ശുഷ്കമായ ബജറ്റ് എന്നായിരുന്നു LDF പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് KR വിജയയുടെ വിമർശനം. തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള യാതൊരു നിർദ്ദേശവും ബജറ്റിൽ ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ അഡ്വക്കേറ്റ് KR വിജയ മാപ്രാണത്തുള്ള നഗരസഭയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് നവീകരിച്ച് വരുമാനമാർഗം കൂട്ടാനാകുമെന്നും ചൂണ്ടിക്കാട്ടി. എന്നാൽ യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെച്ച് വിമർശിക്കാൻ വേണ്ടി മാത്രമുള്ള വിമർശനമാണ് പ്രതിപക്ഷാംഗങ്ങൾ ഉയർത്തുന്നത് എന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ സോണിയാഗിരി പറഞ്ഞു.
ദേശീയപാത 66 നവീകരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിൽ അനുവദിച്ചിട്ടുള്ള മേൽപ്പാലം CI ഓഫീസ് ജംഗ്ഷൻ വരെ നീട്ടണമെന്ന ആവശ്യം പരിഗണിക്കാമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത ദേശീയപാത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയതായി ബെന്നി ബെഹനാൻ MP അറിയിച്ചു. ഈ ആവശ്യമുന്നയിച്ച് MP വകുപ്പ് മന്ത്രിയെ സന്ദർശിച്ചിരുന്നു. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം, വിദ്യാലയങ്ങൾ, വിവിധ ഓഫീസുകൾ എന്നിവിടങ്ങളിലേക്ക് എത്തുന്നവരുടെ തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ ചന്തപ്പുര ജംഗ്ഷനിലെ മേൽപ്പാലം CI ഓഫീസ് വരെ നീട്ടേണ്ടത് അനിവാര്യമാണ്. നിലവിൽ ചന്തപ്പുരയിൽ 150 മീറ്റർ നീളത്തിൽ ഫ്ലൈഓവറാണ് നിർമ്മിക്കുന്നത്. ഫ്ലൈഓവർ തെക്കുഭാഗത്തേക്ക് CI ഓഫീസ് ജംഗ്ഷൻ വരെ 700 മീറ്റർ നീട്ടിയാൽ ജനങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയും. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ളവർക്കും എറിയാട് ഭാഗത്തുനിന്നും വരുന്നവർക്കും ഏറെ പ്രയോജനം ലഭിക്കുമെന്നും MP ചൂണ്ടിക്കാട്ടി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ വാർഷിക ബജറ്റ് അവതരണം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. പ്രശാന്തി ബജറ്റ് അവതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ് അധ്യക്ഷത വഹിച്ചു. തരിശുരഹിത ബ്ലോക്ക്, മണ്ണ് ജല സംരക്ഷണം, ലൈഫ് ഭവന നിർമ്മാണം, സ്ത്രീ ശാക്തീകരണം എന്നീ മേഖലകൾക്ക് മുൻഗണന നൽകി 10,88,48,731 രൂപ വരവും 10,68,28,700 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പാടശേഖരങ്ങൾക്ക് കൊയ്ത്തുമിതി യന്ത്രം നൽകുന്നതിന് 76 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ ഏറ്റവും കൂടുതൽ വീടുകൾക്ക് തുക അനുവദിച്ചു നൽകിയത് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്താണ്. ലൈഫ് ഭവന നിർമ്മാണത്തിനായി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകുന്നതിനായി 1.67 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ദേശമംഗലം പഞ്ചായത്തിലെ UDF അംഗങ്ങൾ ബജറ്റ് യോഗം ബഹിഷ്കരിച്ചു. ലൈഫ് ഭവന പദ്ധതിക്ക് ബജറ്റിൽ ആവശ്യമായ തുക വകയിരുത്താത്തതിലും യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും ബജറ്റിൽ ആവശ്യമായ പദ്ധതി വിഹിതം വകയിരുത്താത്തതിലും പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം ബജറ്റ് ബഹിഷ്കരിച്ചത്. പ്രതിപക്ഷ നേതാവ് PS ലക്ഷ്മണൻ, മെമ്പർമാരായ PI ഷാനവാസ്, PM അബ്ദുൽ സലാം തുടങ്ങിയവർ പങ്കെടുത്തു. ദേശമംഗലം പഞ്ചായത്ത് 13-ാം വാർഡിലെ യത്തീംഖാന റോഡിനോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. വിദ്യാർത്ഥികളടക്കം ദിനംപ്രതി 100 കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണ് ഇത്. ജൽജീവൻ മിഷന്റെയും സാമ്പത്തിക പ്രതിസന്ധിയുടെയും പേരിൽ റോഡ് നവീകരിക്കാതെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഭരണസമിതിയുടെ നിലപാടുകൾക്കെതിരെയാണ് വാർഡ് മെമ്പർ ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത്. ഉപരോധത്തെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയരാജ്, ചെറുതുരുത്തി പോലീസ് എന്നിവർ സ്ഥലത്തെത്തി. പ്രതിഷേധക്കാരുമായി നടത്തിയ ചർച്ചയിൽ റോഡിന്റെ നവീകരണ പ്രവർത്തികൾ എത്രയും പെട്ടെന്ന് നടത്താമെന്ന് പ്രസിഡന്റ് അറിയിച്ചതിനെ തുടർന്ന് സമരം പിൻവലിച്ചു. വെങ്കിടങ്ങ് GM LP സ്കൂൾ വാർഷികം പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ NK വിമല അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക KK ജെയ്സി, സ്നേഹ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗ്രേസി ജേക്കബ്, PTA പ്രസിഡന്റ് അജീഷ എന്നിവർ സംസാരിച്ചു. താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജില്ലാ ജഡ്ജ് V. വിനീത ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നവാസ് പടുവിങ്ങൽ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ M. ഷാംനാഥ് ക്ലാസ് നയിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ സാന്ത്വന പരിചരണ പരിപാടിയുടെ ഭാഗമായി രോഗി ബന്ധു സ്നേഹസംഗമം നടത്തി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ, മെഡിക്കൽ ഓഫീസ് ഇൻചാർജ് ഡോക്ടർ ബാസ്റ്റിൻ വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം EK സദാശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് നഴ്സ് KA രാധിക, തണൽവീട് സെക്രട്ടറി CA ബഷീർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഭവന നിർമ്മാണത്തിന് ഊന്നൽ നൽകി തോളൂർ പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 21.2 കോടി രൂപ വരവും 20.58 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ലില്ലി ജോസ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് VK രഘുനാഥൻ അധ്യക്ഷത വഹിച്ചു. ലൈഫ് ഭവന പദ്ധതിക്ക് 1.61 കോടി രൂപയും റോഡ് വികസനത്തിന് 1.3 കോടി രൂപയും കാർഷിക മേഖലയ്ക്ക് 53.23 ലക്ഷം രൂപയും ആരോഗ്യ മേഖലയ്ക്ക് 4.32 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. നവീകരണ പ്രവർത്തികൾ പൂർത്തിയായ ചാഴൂർ പഞ്ചായത്തിലെ ആലപ്പാട് എടപ്പറമ്പൻ കുളം നാടിന് സമർപ്പിക്കാൻ ഒരുങ്ങി. 5-ാം വാർഡിൽ 40 സെന്റോളം വിസ്തൃതിയിലുള്ള എടപ്പറമ്പൻ കുളം മൈനർ ഇറിഗേഷൻ വകുപ്പ് പദ്ധതി പ്രകാരം MI ചേർപ്പ് സെക്ഷന്റെ ചുമതലയിലാണ് നവീകരണം പൂർത്തിയായത്. കുളത്തിലേക്ക് 112 മീറ്റർ നീളത്തിലുള്ള വഴി ഉൾപ്പെടെ
84 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് 2 വർഷത്തോളം സമയമെടുത്താണ് നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. ചുറ്റും ഹാൻഡ് റെയിലുകൾ സ്ഥാപിച്ച് ടൈൽ പാകി മനോഹരമാക്കിയ കുളം മൈനർ ഇറിഗേഷൻ വകുപ്പ് ചാഴൂർ പഞ്ചായത്തിന് ഉടൻ കൈമാറും. ആമ്പല്ലൂർ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ 28 ചാൽ ആഘോഷം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 9-ന് പെരുവനം സതീശന്മാരാരുടെ മേളത്തിന്റെ അകമ്പടിയോടെ ശീവേലി നടക്കും. തുടർന്ന് പ്രസാദ ഊട്ട് നടക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് അയലൂർ അനന്തനാരായണ ശർമ്മയുടെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ തെക്കേ ഗോപുരത്തിന് മുൻപിൽ നിന്ന് കാഴ്ചശീവേലി നടക്കും. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ ജി കലാസാഗരൻ, പി രതീഷ്, ജയൻ മഠത്തിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 105ാമത് പെരിങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്ര മഹോത്സവത്തിന്റെ ബുക്ക്ലെറ്റ് പ്രകാശനം നടത്തി. ശ്രീനാരായണാശ്രമം സെക്രട്ടറി ദിവ്യാനന്ദഗിരി പ്രകാശനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ കരാട്ടുപറമ്പിൽ ഏറ്റുവാങ്ങി. തുടർന്ന് വടക്കുമുറി ദേശത്തിന്റെ പറപ്പുറപ്പാട് എഴുന്നള്ളിപ്പും നടന്നു. ബജറ്റ് 3,04,44,960 രൂപയാണ് ലൈഫ് മിഷൻ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചത്. വൈസ് പ്രസിഡന്റ് OS അഷ്റഫ് ബജറ്റ് അവതരിപ്പിച്ചു. പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രഹന പ്രജു തുടങ്ങിയവർ പങ്കെടുത്തു. തളിക്കുളം പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വാട്ടർ കിയോസ്ക് ഉദ്ഘാടനം നടത്തി. തളിക്കുളം പഞ്ചായത്ത് 12-ാം വാർഡിൽ അപ്പു മാസ്റ്റർ റോഡ് പരിസരം പതിയാപ്പറമ്പത്ത് സിദ്ദിഖിന്റെ സ്ഥലത്താണ് വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചത്. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PK അനിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. ഹൈദരാബാദിലെ ബാലയോഗി സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന 5ാമത് ദേശീയ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മറ്റത്തൂർ കടമ്പോട് സ്വദേശിനി ഉഷ മാണി സ്വർണം നേടി. 60-നും 65-നും ഇടയിൽ പ്രായമുള്ളവരുടെ ലോങ് ജമ്പ് മത്സരത്തിലാണ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. 2 മാസം മുൻപ് കാസർഗോഡ് നടന്ന സംസ്ഥാന മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ ഉഷ മാണി 100 മീറ്റർ ഓട്ടം, ഡിസ്കസ് ത്രോ, ലോങ് ജമ്പ് എന്നിങ്ങനെയുള്ള 3 ഇനങ്ങളിൽ 1ാം സ്ഥാനം നേടിയിരുന്നു. ഹൈദരാബാദിൽ ഞായറാഴ്ച നടക്കുന്ന 100 മീറ്റർ ഓട്ട മത്സരത്തിന്റെ കേരളത്തിന്റെ മെഡൽ പ്രതീക്ഷയാണ് ഉഷ. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ അച്ചടിച്ച അതേ ബഡ്ജറ്റ് കടലാസ് തന്നെയാണ് ഈ വർഷത്തേതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ അംഗം PM അനീഷ്. മണ്ണിനും കൃഷിക്കും വേണ്ടി ലക്ഷങ്ങൾ വകയിരുത്തുമ്പോൾ കാട്ടുമൃഗങ്ങളെ തുരത്താനുള്ള നടപടിക്ക് വേണ്ടി 1 രൂപ പോലും വകയിരുത്തിയിട്ടില്ല. കൃഷിക്ക് വേണ്ടിയുള്ള യന്ത്രങ്ങൾ വാങ്ങിക്കാൻ ബജറ്റിൽ തുക വകയിരുത്തുമ്പോൾ കഴിഞ്ഞ തവണ ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ കാർഷിക യന്ത്രങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അനീഷ് കുറ്റപ്പെടുത്തി. കൊടകര പാറേക്കാട്ടുകര സെന്റ് മേരീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജെയ്സൺ പാറേക്കാട്ട് കൊടിയേറ്റം നിർവഹിച്ചു. ശനി ഞായർ ദിവസങ്ങളിലാണ് തിരുനാൾ. ശനിയാഴ്ച നടക്കുന്ന ദിവ്യബലിക്കും പ്രസുതേന്തി വാഴ്ചയ്ക്കും ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ കാർമ്മികത്വം വഹിക്കും. ഞായറാഴ്ച രാവിലെ 10-ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ആൻജോ പുത്തൂർ കാർമ്മികത്വം വഹിക്കും. കണ്ടശാംകടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം മുൻ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നടൻ ഋഷി സുരേഷ്, മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, PTA പ്രസിഡന്റ് മുരളി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. പടിയം എടത്തിരി ശ്രീ മഹാവിഷ്ണു കേന്ദ്രത്തിൽ 13ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാഗോപാല മന്ത്രാർച്ചന നടന്നു. യജ്ഞാചാര്യ രുക്മിണി സേതു മന്ത്രാർച്ചനയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. സന്തോഷ് തണ്ടാശ്ശേരി, മണികണ്ഠൻ പുളിക്കത്തറ, ഉണ്ണികൃഷ്ണൻ തിരുനിലത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആ കൃഷ്ണനെ നമ്മളിത് ഈ വിളക്കിലേക്ക് ഇനി വീണ്ടും പൂവെടുക്കുക. ഇത് പറയില്ല കേട്ടോ, നിങ്ങൾ തന്നെ. കൃഷ്ണ. പ്രധാന വാർത്തകൾ വീണ്ടും.
ചാലക്കുടിയിൽ നടന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം സമാപിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക ഘോഷയാത്ര പ്രൗഢഗംഭീരമായി. കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഭാഗമായി രാജ്യത്തെ എല്ലാ മേഖലകളും നിരവധി പ്രതിസന്ധികളാണ് നേരിടുന്നതെന്ന് KK രാമചന്ദ്രൻ MLA. ഗുരുവായൂരിൽ ആനകളെ പാപ്പാന്മാർ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ക്ഷോഭിച്ച് ഹൈക്കോടതി. ആനക്കോട്ടയിൽ അടിയന്തര പരിശോധന നടത്താൻ ഫ്ലൈയിംഗ് സ്ക്വാഡ് DFOയ്ക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സ്ത്രീധന പീഡനത്തെ തുടർന്ന് കല്ലുംപുറം കടവല്ലൂരിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്തൃപിതാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കടവല്ലൂർ കല്ലുംപുറം സ്വദേശി അബൂബക്കറാണ് അറസ്റ്റിലായത്. ദേശീയപാത കൊടകര ഉളുമ്പത്തുകുന്നിന് സമീപം KSRTC ബസ് ലോറിക്ക് പുറകിലിടിച്ച് 13 പേർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. തളിക്കുളം തമ്പാൻകടവിൽ കടലിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട 2 വിദ്യാർത്ഥികളിൽ ഒരാളെ കാണാതായി. ഒരാളെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.